ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ജനുവരി 8 വിശുദ്ധ ക്ലൗദിയൂസ് അപ്പോളിനാരിയൂസിൻ്റെ തിരുനാൾ. 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അപ്പോളിനാരീസ് ക്ലൗദിയൂസ് സമകാലിക പാഷണ്ഡികളോട് വീറോടെ പോരാടിയ പ്രബോധകനായിരുന്നു. പല വിശിഷ്ട ഗ്രന്ഥങ്ങളും പാഷാണ്ഡികൾക്കെതിരെ രചിച്ചിട്ടുണ്ടെന്ന് വിശുദ്ധ ജെറോം പ്രസ്താവിക്കുന്നു. ഓരോ പാഷാണ്ഡതയും ഏത് തത്വസംഹിതയിൽ നിന്ന് ഉത്ഭവിച്ചതാണെന്ന് അദ്ദേഹം വിശദീകരിച്ചിരുന്നു. ക്രിസ്തുമതത്തിന് ഒരു ക്ഷമാർപ്പണം എന്ന ഏറ്റവും വിശിഷ്ടമായ ഒരു ഗ്രന്ഥം മാർക്കസ് ഔറേലിയൂസ് ചക്രവർത്തിക്ക് ക്ലൗദിയൂസ് അപ്പോളിനാരീസ് എഴുതി സമർപ്പിച്ചിരുന്നു. ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥന വഴി ഖ്യാതികളുടെ മേൽ ചക്രവർത്തിക്ക് ലഭിച്ച വിജയം ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥന കൊണ്ടാണെന്ന് മനസ്സിലാക്കി ക്രിസ്ത്യാനികളുടെ മേലുള്ള പീഡനം അവസാനിപ്പിക്കാനും അവരുടെ വിശ്വാസത്തെ പ്രതി കുറ്റപ്പെടുത്തുന്നവർക്ക് വധശിക്ഷ നൽകാനും രാജാവ് വിളംബരം ചെയ്തു. റോമൻ തത്വമനുസരിച്ച് ഒരിക്കൽ ഒരു നിയമമുണ്ടായാൽ അത് പിൻവലിക്കാൻ പാടില്ലാത്തതിനാൽ ക്രിസ്ത്യാനികളെ മർദ്ദകർ വീണ്ടും വീണ്ടും പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. ഫ്രിജിയയിൽ ഫിറോപോലിസിലെ മെത്രാനായിരുന്ന അപ്പോളിനാരിയൂസ് ക്ലൗദിയൂസ് ക്രിസ്തീയ വിശ്വാസത്തെ സംരക്ഷിക്കാനും ക്രിസ്ത്യാനികളെ മരണവക്ത്രത്തിൽ നിന്നും മോചിപ്പിക്കാനും മരണം വരെ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. ഞാൻ എൻ്റെ ദൈവവിളിയെ യഥാവിധി അനുവർത്തിക്കാതിരുന്നാൽ ദൈവത്തിൻ്റെ നീതി എനിക്കെതിരെ വരും എന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ച വിശുദ്ധനെ പോലെ നമുക്കും ദൈവനീതിക്കായി പൊരുതി നിത്യം ജീവിക്കാൻ പരിശ്രമിക്കാം. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.